ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കണവ തോരനാണ് വെക്കാൻ പോകുന്നത്. നല്ല കണവ കിട്ടി, അപ്പോൾ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കണവ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഞാനൊരു പാനിലേക്കിട്ട് അത് വേകാൻ ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു. കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് പൊടി മതിയാവും. ശേഷം അത് വേവിക്കാനായിട്ട് വെക്കാം. ഓവറായിട്ട് കണവ കുക്ക്ഡായി പോകരുത്, എങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോകും. ഒരു 7 മിനിറ്റ്സ് മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കൊരു സവാള ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ചേർത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അല്പം ഉപ്പ് മാത്രം മതിയാവും. ഉപ്പ് ചേർത്ത ശേഷം പിന്നെയും കുറച്ചുകൂടെ ഒന്ന് വഴട്ടാം. ഒരുപാടങ്ങ് വഴണ്ടങ്ങ് പോകണ്ട. അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്കതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്യണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന ടൈം വരെ ഒന്ന് സോട്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ സോട്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയും ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതൊന്ന് വഴണ്ട് വരുന്ന ടൈമിലേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കണവയ്ക്ക് അനുസരിച്ചാണ് ഞാൻ തേങ്ങ ചേർത്തിരിക്കുന്നത്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതിൽ ചേർത്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടെ അതിലേക്ക് ചേർക്കാം. ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കത് എടുക്കാം, വാങ്ങി വെക്കാം. നമ്മുടെ കണവത്തോര റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.